പേടിക്കണ്ട, വാ 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 വാ. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കൂട്ടുകാരെ. ഞങ്ങൾ ശരിക്കും ജീവിതം ഒന്നിച്ച് തുടങ്ങി. കാരണം എനിക്ക് എണീച്ച് നടക്കാൻ പറ്റുന്നില്ല. അമ്മായിയമ്മ എന്നുള്ളൊരു വാക്കൊന്നും പറയാൻ എനിക്ക് ഇഷ്ടേയില്ല. അത് എന്റെ മമ്മിയാണ്. നമ്മുടെ ഒരു മൃഗം മാത്രമേ ഉള്ളൂ. അല്ല നമ്മുടെ വീട്, അവളെ ഹണിമോളാ. വണ്ടിയാണ് അനങ്ങുന്നില്ലെന്നേ. എന്താ മുട്ടിയോ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ആശാന്റെ ബർത്ത്ഡേ ഇന്നായിരുന്നു. ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാല് ഞാൻ പൊന്നൂനെ കൊണ്ടുവന്നിട്ട് ഇന്ന് 3 വർഷമായിട്ടോ. ഇന്ന് കറക്റ്റ് 3 വർഷം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി. ഞങ്ങൾ എന്താ പറയാ, വെഡിങ് ആനിവേഴ്സറി അല്ല, നമ്മളെന്താ ജീവിതം തുടങ്ങിയിട്ട് ഇന്ന് 3 വർഷാട്ടോ കൂട്ടുകാരെ. നമ്മൾ ഇന്ന് എവിടെയാ 3ാമത്തെ വർഷത്തിൽ നമ്മൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് നമ്മളുള്ള. അല്ലോ ഞാൻ ഇച്ചെന്നെ ഒരു അടിപൊളി സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് അല്ലേ. അപ്പം ഞാൻ തട്ടെ, അങ്ങനെ 3 വർഷമായി എന്റെ ഇച്ചെന്നെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഉണ്ടല്ലോ ഹെലസണ്ണ എവിടെ കിടക്കുന്നതുണ്ടായി. ഹെലസണ്ണ നമ്മുടെ ഇത് കണ്ടോ പുറകില്, അവിടെ ഒരു കർട്ടൻ ഇട്ടേക്കുന്നത്. കർട്ടന്റെ പുറകില് അവിടെ കടക്കാനുള്ള ബെഡ് ഉണ്ട് കേട്ടോ. അവിടെയാണ് ഹെലസണ്ണ കിടക്കുന്നത്. ഹെലസണ്ണ ഒരു റൂം പോലെ ആക്കി കൊടുക്കുന്നുണ്ട് അവിടെ. ഹെലസണ്ണ അവിടെ കിടന്നു തുടങ്ങിയിട്ടുണ്ട്. ഹെലസണ്ണ എണീഞ്ഞിട്ടൊന്നും ഇല്ലെന്നുണ്ട്. എണീക്കണ്ടാണോ ചിലപ്പോൾ പറഞ്ഞു കടക്ക് വെച്ച് നോക്കാം. ആശാനെ എന്താ ഇതെന്താ ആശാൻ ഇങ്ങനെ കിടക്കുന്നേ? ആശാനെ ഹലോ കൂട്ടുകാരാ, ആശാനെ നേരം എടുത്തോ? അല്ല നേരം എടുത്തില്ല. എത്ര മണി കൊണ്ടാണോ? ആശ നോക്ക് കുഞ്ഞ, ആശാൻ കിടക്കും നോക്ക്. എടോ എണീക്കടോ, എണീച്ചു പാടോ ഇവിടെ വാ. എന്താണിത്? ബർത്ത്ഡേന്ന് വെച്ചിട്ട് ബർത്ത്ഡേക്കാരൻ തലമുട്ടേ മേലെ പമ്മി ഇറങ്ങണേ. ഇത് കണ്ടോ, നമ്മൾ ചെറിയൊരു സ്പേസ് ആണ് ഇങ്ങനെ 2 ഡക്കർ തന്നെ. മേലെ ഒരു ആക്ക് കിടക്കാം, അടിയിലും കിടക്കാം കേട്ടോ. അപ്പൊ മേലെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ആശാനെ നമ്മളെ താഴെയും കയറ്റി വെച്ചു. എന്നിട്ട് നല്ല സെറ്റ് ഉറക്കുമായിരുന്നു അല്ലേ, ഉഷാറായിരുന്നില്ലേ? സ്കൈ ബേബി അപ്പന്റെ പൊന്നെ, അപ്പന്റെ പൊന്നെ ഉറങ്ങിയോ? ഇനി അപ്പന്റെ പൊന്നി അമ്മയെ അപ്പൊ കൊണ്ടുപോയിട്ട് 3 വർഷമായി കുഞ്ഞിപ്പെണ്ണെ. ആശാനെ ചായം കുടിച്ചാലോ? നല്ല സെറ്റ് ഉറക്കുമായിരുന്നു അല്ലേ? എന്റെ പൊന്നെ, അതിന്റെ ഉള്ളിലുണ്ടല്ലോ ചെറിയൊരു സ്പേസ് ആട്ടോ. അപ്പൊ നമുക്കാണെ നൈസായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും കേട്ടോ. ഹെലസണ്ണാണ് കുറച്ച് ജിമ്മനായോണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കടന്നു അല്ലേ. മതി പല്ലേക്കുന്നുണ്ടോ? പല്ലും തേക്കണ്ടോ? പിടിച്ചു. അപ്പൊ ഉണ്ടല്ലോ പൊന്നിന് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഇത്. ഞാൻ പൊന്നിനെ കണ്ണ് കുത്തിയിട്ട് കാണിച്ചു കൊടുക്കാവേ. പുറത്തിറങ്ങിയിട്ട് ചെറുതായിട്ടൊക്കെ നിന്റെ കൂടെ കണ്ടു, പക്ഷെ പുറത്തിറങ്ങിയിട്ട് പോലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഉണ്ടല്ലോ പേടിക്കണ്ട, വാ 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 വാ, പേടിക്കുന്ന വേണ്ട. സ്കൈ ബേബി ഹെലസണ്ണനെ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൈ ബേബിനെ ഹെലസണ്ണ കളിപ്പിക്കുന്നുണ്ട്. അപ്പൊ പൊന്നൂനെ ഒരു സ്ഥലം കാണിച്ചു തരാം. പേടിക്കണ്ട. അപ്പൊ നോക്കിയോ, കണ്ടോ അപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ചെറുതായിട്ട് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ചെറുതായിട്ട് നല്ലോണം കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്റെ പൊന്നു കൂട്ടുകാരെ 3 വർഷമായി ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചിട്ടോ. ഞങ്ങള് വന്നിട്ട് ഇന്ന് 3 വർഷം. കൈനോട് പറയാം. ഹെലസണ്ണ സ്കൈവിന് കളിപ്പിക്കുന്നുണ്ട്. സ്കൈ ബേബി നമ്മൾ എവിടെയാ? ഇന്നലെ ഹെലസണ്ണന്റെ പിറന്നാളായിരുന്നു. ഇനി അപ്പയുടെയും അമ്മയുടെയും ഒക്കെ എന്തോ ദിവസമാണ്. ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ. അതാ സങ്കടം വരുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, എന്തിനാ സങ്കടപ്പെടുന്നേ? ഹെലസണ്ണന്റെ വീട്ടിലേക്ക് പിന്നെയും പോവാട്ടോ. പോയിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ. നമ്മളിവിടെ തന്നെയാണ് ക്യാരവാൻ നിർത്തിയിട്ടുള്ളത്. ഹെലസണ്ണന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് പിന്നെ രാത്രി ആകുമ്പോഴേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കൂട്ടുകാരെ. ഇതിലുണ്ടല്ലോ മൊത്തം നമ്മുടെ സൈക്കിളുകാരുണ്ടല്ലോ. സൈക്കിള് ഓടിച്ചോണ്ട് എത്ര ആൾക്കാർ പോകുന്ന അറിയാവോ?
നമ്മുടെ ഈ പ്രായമായിട്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ പോകുന്നതാണ്. അത് 100 വയസ്സൊക്കെ പ്രായം, ഞാൻ 100 ഏകദേശം 100 വയസ്സൊക്കെ പ്രായമുള്ള അപ്പൂപ്പന്മാരൊക്കെ സൈക്കിൾ ഓടിച്ചോണ്ട് പോകണം ഇതിലെ. എന്താ മുട്ടിയോ തോട്ടം ഒന്ന് ഒച്ച വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വണ്ടി ഓടിച്ചോണ്ടപ്പോ എന്തോ ഇങ്ങനെ ടേന്ന് ഒച്ച വെക്കുന്നുണ്ട്. ടയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലെ നമ്മുടെ വലി മുട്ടിയിലായിരുന്നു. അപ്പൊ ഫ്യൂൽ ഇഞ്ചക്ടറിന്റെ പ്രശ്നമായിരിക്കും. ആണോ ഒന്ന് എനിക്ക് സൈലൻസർ വല്ല കറണ്ടും കുടിക്കും. കുഴപ്പമില്ലടാ എടാ, നീ കാലം എടുക്കുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, വണ്ടിന്ന് എന്തോ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ടേന്ന് ഒച്ച വെക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങി നോക്കിയപ്പോ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്തായാലും ഒന്നുകൂടെ ഓടിച്ചു നോക്കാം കേട്ടോ. എന്താ പ്രശ്നം? എനിക്ക് തോന്നുന്നത് ആ ഫ്യൂൽ ഇഞ്ചക്ടറിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. ഇന്നലെ നമ്മൾ കയറ്റൊക്കെ നേരത്തെ കണ്ടില്ലായിരുന്നോ? വണ്ടി വലിയുന്നുമില്ല. ഫ്യൂൽ ഇഞ്ചക്ടർ എന്തോ കരടെന്തോ കുടുങ്ങിയിട്ട് ബ്ലോക്ക് ആയിരിക്കാൻ തോന്നുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ഇപ്പൊ. ഇനി ആ ഒരൊച്ച കേട്ടോ, ഓടുമ്പോൾ വെച്ച കേട്ടോ. കയറ്റം കയറുമ്പോഴേ കറക്റ്റ് അങ്ങ് വരി കിട്ടുന്നു അല്ലേ? ഇവിടെ നമ്മൾ നേരില്ല അച്ഛനെ, വലത്തോട്ടല്ലേ? താഴ്ച അത് ഹള്ളിയാണോ? അത് ഹോട്ടലോ? എടുത്ത് വന്നിട്ട് അവിടെ ഞങ്ങൾ കുളിച്ചട്ടോ. ഞങ്ങൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി. എന്നിട്ട് വേണ്ടേ ഞാനും പൊന്നും സ്കൈ ബേബിയും ഹെലസണ്ണനും കൂടെ. സ്കൈ ബേബി കണ്ടോ, കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് കിടക്കുവാണ് കുഞ്ഞിപ്പെണ്ണ്, കാണുന്നുണ്ടോ? ആ, അപ്പൊ ഞങ്ങള് ഹെലസണ്ണനെയും കൂടി ഞങ്ങൾ ഇവിടെ അടുത്തൊരു കട വരെ പോവാണ് കേട്ടോ. അപ്പം ഹെലസണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ടൗൺ ആണല്ലോ, കണ്ടോ? ഇത് ടൗൺ ആണ് കേട്ടോ. ഇവിടെ ഹെലസണ്ണൻ താമസിക്കുന്നതാണ് ഇവിടെയാണ് കേട്ടോ. നൈസ് ടൗണ്. ഇവിടെ മൊത്തം ഇംഗ്ലീഷുകാരാണ്, അങ്ങനെ മലയാളീസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ഏരിയ കേട്ടോ. റോസാപ്പൂ ഒക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള റോസാപ്പൂ അല്ലേ? അപ്പം ടാറ്റ. അപ്പൊ അങ്ങനെ ടാറ്റ പോവാണ്. അപ്പൊ അച്ഛനെ വിടട്ടെ. അപ്പം എപ്പോഴേലും കാണാം. ഓക്കെ, അപ്പൊ ഓക്കെ. ക്ലാസ് കിട്ടെ. കാരണം നല്ല മഴ തുടങ്ങിട്ടോ. ശരി ടാറ്റ. അപ്പൊ ആശാന്നുണ്ട് ഇനി. നല്ല രസമായിരുന്നു അല്ലേ കുഞ്ഞാ? എന്തായാലും നല്ല രസമായിരുന്നു. നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഒച്ചപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഴേന്റെ. ഇനി മലയിലേക്ക് പോവാം മഴ പെയ്യുന്നുണ്ട്. വണ്ടിയാണ് അനങ്ങുന്നില്ലെന്നേ. എന്നാ പോട്ടെ. അപ്പൊ ഓക്കെ വിളിക്കാം. ശരി. ഇവിടുന്ന് വലത്തോട്ട്. എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ വഴിയൊന്നും അറിയത്തില്ല കേട്ടോ നമുക്ക്. നമ്മളാണേലേ ഹെലസണ്ണനാണ് ശരിക്കും വഴി അറിയുള്ളൂ. ഹെലസണ്ണൻ അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് വഴി അറിയത്തില്ല കേട്ടോ. നമ്മളാണെങ്കിൽ ഗൂഗിൾ മാപ്സിനകത്താണെങ്കിലും സേവ് ചെയ്ത് വെക്കാനും മറന്നു ഈ ലൊക്കേഷൻ. നമ്മുടെ കാൽവാൻ എവിടെയാ ഉള്ളതെന്ന്. മേലോട്ട് റൈറ്റ്. ആ വലത്തോട്ട്. ഇത് അൽത്തിയല്ലേ മേലെ. വെയിലും മഴയും. കുറുക്കന്റെ കല്യാണം കുഞ്ഞാ. കുറുക്കന്റെ കല്യാണം. നമ്മൾ 3 വർഷം മുന്നേ ഈ ദിവസം ഈ സമയത്താട്ടോ നമ്മൾ ശരിക്കും ഒന്നിച്ച് ജീവിതം തുടങ്ങിയത്. അന്ന് അതായത് അല്ലേ, കറക്റ്റ് 3 വർഷം മുന്നേ. എന്താ നോക്കണേ, കുറുക്കന്റെ കല്യാണം കാണിച്ചു കൊടുത്തോ? കണ്ടോ, കുറുക്കന്റെ കല്യാണം. വെയിലുണ്ട് മഴയുണ്ട്. കുറുക്കന്റെ കല്യാണം. നമ്മുടെ കല്യാണം ഇതുപോലെയായിരുന്നു കേട്ടോ 3 വർഷം മുന്നേ. കല്യാണം അല്ല, ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയത്. ജീവിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇച്ചന്റെ കൂടെ വന്നിട്ട് 3 വർഷമാവും കേട്ടോ. 3 വർഷമല്ല, 3 വർഷം പൂർത്തിയായി 4ാമത്തെ വർഷം അല്ലേ? എന്തായിരുന്നു അന്ന് ആ ദിവസം നീ ഓർത്ത് നോക്ക്. നമ്മള് കൂട്ടിക്കൊണ്ട് വന്നേ, മോനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോണ്ടല്ലോ മോനെ കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ വണ്ടിയിൽ ആദ്യം ഇരുന്നേരം ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോയിച്ചേ, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ, എന്നെ തിരിച്ചുകൊണ്ടാക്കുമെന്ന്. അതോ വീടിന്റെ അവിടെ എത്താനായി അപ്പോഴാ പറയുന്നേ തിരിച്ചുകൊണ്ടാക്കുമെന്ന്. ദൈവമേ, ശരി ഇച്ചേന്റെ കൂടെ ജീവിക്കാലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇച്ചേൻ എന്തായാലും നല്ലപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. കാരണം 5 വർഷമായിട്ട് പ്രണയിച്ചു കാരണം സ്വഭാവത്തിലുള്ള മാറ്റം കാര്യങ്ങളൊക്കെ അറിയാലോ ചേടാ. അയ്യോ അതെ ചെമ്മരിയാടൊക്കെ റോട്ടിൽ കൂടെ പുക പോകുന്ന നോക്ക്. അതെ ഈ ഇത്ര നേരം നല്ല കോടയല്ലടാ, ഇത്ര നേരം നല്ല നമ്മുടെ വീട് നമ്മുടെ ക്യാരവാൻ താ കിടക്കണോ. നമ്മൾ സ്ഥലം കണ്ടെത്തി. അങ്ങനെ നമ്മൾ സ്ഥലം കണ്ടെത്തി. ഇതന്നെയാണ്. അതെ ഇത് തന്നെയാട്ടോ. ഇങ്ങോട്ട് കയറ്റാ.
അപ്പോൾ കൂട്ടുകാരെ പുറത്തിറങ്ങി നോക്കാവേ, നല്ല രസമുണ്ട് ഇവിടെ. നോക്ക്, മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ കണ്ടോ, കമ്പി കൂടെയൊക്കെ മഴത്തുള്ളി ഉണ്ട് കേട്ടോ. ദാണ്ട നമ്മുടെ ക്യാരവാൻ കിടപ്പുണ്ട് ഇവിടെ കേട്ടോ. ചുറ്റും നല്ല മൊത്തം എന്താ കോടയൊക്കെ കയറിയിട്ട് അങ്ങ് കണ്ടോ, അങ്ങ് കോട കയറിയേക്കുന്നത് ഭയങ്കര രസമായിട്ട് ഇവിടെ. നമ്മളപ്പോൾ ഇന്ന് ഇവിടെ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞാ, ഓ കറക്റ്റ് ഷാർപ്പായിട്ടായിട്ട് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. നേരെ ഇങ്ങനെ എടുത്തങ്ങ് വെച്ചാൽ മതി. ഡോറ് തുറന്നു കൊടുക്കട്ടെ പൊന്നുവിന്. ബാ, നല്ല തണുപ്പാട്ടോ പുറത്ത് കുഞ്ഞാ. നല്ല രസമുണ്ടല്ലേ? അത്ര തണുപ്പില്ല, ഭയങ്കര തണുപ്പല്ല, നല്ലൊരു പ്രത്യേക രസമുള്ള തണുപ്പ്. എടാ ഇത് ഞാൻ വിചാരിച്ചു ഈ തലച്ച് കിടക്കുന്ന റോട്ടില് മഴ പെയ്തപ്പോ ആവി പൊന്തിയതാന്നാ. അതല്ല, കോടയാ കണ്ടോ, കോട പൊങ്ങുന്ന കണ്ടോ. ഇന്നപ്പോ നല്ല കോടയായിരിക്കും മിക്കവാറും ഈ മഴ പെയ്തിട്ട് അല്ലേ. നല്ല രസമുണ്ടല്ലേ? അപ്പൊ കൂട്ടുകാരെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശരിക്കും ഹണിമൂൺ വന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ പുറകില് കുഞ്ഞിപ്പെണ്ണ് സ്കൈ ബേബി. അപ്പൊ ഇനി അമ്മേന്റെ എന്ത് ദിവസം പറയാ, എന്ത് ദിവസം പറയണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ടുഗദർനെസ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതല്ലേ. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ 3 വർഷമായി കൂട്ടുകാരെ. അവിടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ. രാവിലെ സർപ്രൈസ് വന്നില്ലേ, അതിന് വരെ ഞാൻ നിനക്ക് സർപ്രൈസ് തരണ്ടേ. തുറക്കല്ലേ? എന്താ കണ്ണോർക്ക് കിറ്റ്കാറ്റോ? 3 കൊല്ലം മുന്നേ എന്ന് വെച്ചാല് ഈ ഒരു സമയത്ത് ഞങ്ങൾ ശരിക്കും ജീവിതം ഒന്നിച്ച് തുടങ്ങി. അപ്പം അന്ന് ഞങ്ങൾക്ക് എത്ര കല്യാണം കഴിഞ്ഞിട്ടില്ല, അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി കേട്ടോ. അന്ന് ഞങ്ങൾക്ക് എനിക്ക് 21 വയസ്സും പൊന്നുവിന് 19 വയസ്സും. 20 വയസ്സ് 19 വയസ്സടിക്കും. ജൂൺ 1 എനിക്ക് 20 വയസ്സ്. 21 വയസ്സ് 20 വയസ്സിൽ ഞങ്ങൾ അനുഭവിക്കാത്തൊരു കാര്യങ്ങള് ഇല്ല. ശരിക്കും പറഞ്ഞ അത്രയും നമ്മള് വിഷമിച്ചിട്ടുള്ള ഒരു ഏജ് ആയിരുന്നു അത്. നീ ഓർക്കുന്നുണ്ടോ? ഞാൻ വന്നു കഴിഞ്ഞ് 3-ാമത്തെ ദിവസം തൊട്ട് എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. 3-ാമത്തെ ദിവസം തൊട്ട് പനി വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പിന്നെ മൊത്തം ഭയങ്കരമായിട്ടും എന്താ പറയുക, എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. മമ്മിയായിരുന്നു എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്ത്. അതാ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുക, ഞാൻ മെസ്സേജിലൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറയൂലേ എൻ്റെ മമ്മി അങ്ങനെയാ ഇങ്ങനെ അറിയുമ്പോൾ എല്ലാവരും പറയും മമ്മീനെ കുറിച്ച് അറിയുമ്പോൾ എനിക്ക് 100 ശരിക്കും അതെ. എന്താ പറയാ, 3 ദിവസം കൊണ്ട് ഞാൻ വന്ന് 3-ാമത്തെ ദിവസം തൊട്ട് എനിക്കൊരു അസുഖം. നമ്മള് സ്വാഭാവികമായിട്ടും ചെന്ന് കയറുന്ന വീട്ടില് പെണ്ണ് എന്ന് പറയുമ്പം പെട്ടെന്ന് അസുഖമൊക്കെ, ഈ വയ്യാത്ത കൊച്ചിനെ മമ്മീനോട് കുറെ പേര് പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. എന്താ ഈ വയ്യാത്ത കൊച്ചിനെയാണ് അവൾക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്, അങ്ങനെയൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മമ്മിയും പപ്പയും കുഞ്ഞേച്ചി അളിയനും എല്ലാവരും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നാറാണ്. കുഞ്ഞേച്ചിക്ക് അപ്പോൾ ഡൂഡു ഉണ്ടായിട്ട് 8-ാമത്തെ ദിവസമാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത് കേട്ടോ. അപ്പം കുഞ്ഞേച്ചിന്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ്. ആ മമ്മിയാണെ കുഞ്ഞേച്ചിനെ നോക്കണം, എന്നെ നോക്കണം. മമ്മി ശരിക്കും എന്താ പറയാ, അങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ടു മമ്മി. കാരണം എനിക്ക് എണീച്ച് അടക്കാൻ പറ്റുന്നില്ല. കുഞ്ഞേച്ചിക്ക് C-സെക്ഷൻ ആയിരുന്നു ഡൂഡു ഉണ്ടായപ്പം. അപ്പൊ കുഞ്ഞേച്ചിക്കും തീരെ വയ്യാണ്ട് കുഞ്ഞേച്ചി ആ മുറിവിന്റെ വേദനയും കാരണം കുഞ്ഞേച്ചിയും കിടക്കുന്ന, എന്നെയും കുളിപ്പിക്കണം, കുഞ്ഞേച്ചിനെയും കുളിപ്പിക്കണം, കൊച്ചിന്റെ കാര്യം നോക്കണം. അങ്ങനെ മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും എടുത്ത നല്ലൊരു തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ചേച്ചേൻ്റെ കൂടെ പോരാനാണ്. അത്രയും നല്ലൊരു ഫാമിലിനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് എനിക്ക് എന്താ പറയാ, ഞാനൊരിക്കലും അത് എന്താ മദറിൻലോയാന്ന് അമ്മായിയമ്മ എന്നുള്ളൊരു വാക്കൊന്നും പറയാൻ എനിക്കിഷ്ടേ ഇല്ല. അത് എൻ്റെ മമ്മിയാണ്. അത്രയും കാര്യമായിട്ട് എന്നെ മമ്മി നോക്കിയിട്ടുണ്ട് കേട്ടോ. മമ്മിയും പപ്പയുമായിട്ട്, കുഞ്ഞേച്ചി ആണേലും അളിയനാണേലും അതെ കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ നാട്ടിൽ നമ്മളെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് അതാണ് നമുക്ക് നാട്ടിലേക്ക് നമ്മൾ വീടുമായിട്ട് പറഞ്ഞില്ല, നമ്മള് അത്ര അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് എല്ലാവരുടെയും കൂടെ ജീവിക്കാനാട്ടോ നമുക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മള് എല്ലാവരും ഇങ്ങനെ പറയും എന്താ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എല്ലാവരും വിചാരിക്കും ഒന്ന് വീട്ടിൽ പോവായിരുന്നെങ്കിൽ വീട്ടിൽ പോയി. ശരിക്കും എനിക്ക് നമ്മുടെ വീട്ടില് പുൽപ്പള്ളി വീട്ടില് മമ്മീനെയും പപ്പീനെയും ഒക്കെ ഒന്ന് കണ്ട് അവരുടെ കൂടെ നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അവിടെ നിൽക്കണം തന്നെയാ കേട്ടോ. കാരണം അതിലും കൂടുതൽ ഒരു സ്വർഗം എനിക്ക് കിട്ടാനില്ല. എന്തായാലും എനിക്ക്
ഞാൻ തെരഞ്ഞെടുത്ത ജീവിതം അടിപൊളിയാണ്. ഞാൻ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ജീവിതമൊക്കെ. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു കെട്ടിയോനെ കിട്ടിയത് എനിക്കുണ്ട്. പൊന്ന് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ പൊന്നു പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പയ്ക്ക് ഇഷ്ടം തന്നെയാണ്. തുള്ളിച്ചാടും അവിടെ ഇരുന്നിട്ട് നാണം വന്നിട്ട് പെണ്ണിന് നാണം വന്നു പറഞ്ഞപ്പോ ഇനി എല്ലാവരും വിചാരിക്കോ ഇത്ര നാളും ജനിപ്പിച്ച തന്തേനെയും തള്ളേനെയും അങ്ങനെ പറയാ അവര്. അങ്ങനെ പറയാ. അത്രയും നാള് 20 വർഷം നോക്കി അവരെ ഉപേക്ഷിച്ചിട്ട് പോന്നൊന്നും അങ്ങനെ പറയൊന്നും ചെയ്യരുത് നിങ്ങള്. എന്താ എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. എല്ലാരും വേണമെന്നാണ് ആഗ്രഹം. പക്ഷെ പൊന്നു ആഗ്രഹിക്കുന്നുണ്ട്, പൊന്നു എന്താണ് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം വരണമെന്നില്ലല്ലോ. അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്കറിയാം. എല്ലാത്തിനും കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോ എന്തായാലും ഇച്ചേന്റെ കൂടെ വന്നത് കാരണം അവർക്കൊരു വിഷമവും കാര്യങ്ങളും എന്താ പറയാ സൊസൈറ്റിയില് നമ്മുടെ നാട്ടുകാര് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ എങ്ങനെ ഫേസ് ചെയ്യുമ്പോ നിന്റെ മോള് ഒളിച്ചോടി പോയില്ല അങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ ഫാമിലിക്ക് എന്തായാലും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിന് എന്താ പറയാ, അതുകൊണ്ട് അവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അമ്മേന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ എനിക്കറിയാം. പക്ഷേ എല്ലാരും ചോദിക്കുന്ന അത്രയും ചെറിയ പ്രായത്തിൽ എന്താ പോകുന്നതെന്ന് കഴിക്കും. പക്ഷെ അതായിരുന്നു സാഹചര്യം അത്രയും വലിയ സാഹചര്യമായിരുന്നു. ആ സാഹചര്യം നമ്മൾ പറയുന്നില്ല. എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. പറയണ്ട. എനിക്ക് എല്ലാവരും ഇഷ്ടമാട്ടോ. എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. ഞാൻ പോവും. എന്തിനാ പിണങ്ങുന്നേ? ആരോടും പിണങ്ങിയോ ഇങ്ങനെ എന്താണ് ദേഷ്യം വെച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ സന്തോഷമായിട്ട് ജീവിക്കുക അല്ലേ? ശരിക്കും നമ്മള് ഒരു മൃഗം മാത്രമേ ഉള്ളൂ. നീ എന്തിനാ അറിയുന്നേ? കണ്ടോ ഇവളിങ്ങനെയൊക്കെ പറഞ്ഞ ഇമോഷൻ ആവും കേട്ടോ. അറിയില്ലേ? നോക്കി 3 കൊല്ലം മുന്നേ ഈ ദിവസം തന്നെ കരഞ്ഞതാ. എന്നിട്ടേ ഇന്ന് അതിന്റെ എന്താണ് പറയാ 3 വർഷം മുന്നേ കരയല്ലേ? കരയല്ലേ? അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മൾ വിട്ടു. എന്തൊക്കെയായാലും നമുക്ക് കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മള് ജീവിക്കുന്ന സമയം നമ്മള് സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനം എടുത്തു. ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ കൂട്ടുകാരെ? എന്നെ ആരും കഷ്ടപ്പെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, 5-6 ഡോക്ടർമാര് വന്ന് നോക്കുന്നു. എന്തൊക്കെയോ സീരിയസ് ആണ്, എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. എന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നു. ഇഞ്ചക്ഷൻ വെച്ചിട്ട് മരുന്ന് പോലും ഞരമ്പിക്കൂടെ കേറുന്നില്ല, ഭക്ഷണം ഇല്ലാണ്ടായിട്ട്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എല്ലാ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യന്റ് മുന്നിൽ കഴിച്ച മുട്ടുകുത്തിയത് പൊരിഞ്ഞ കരച്ചിലായിരുന്നു. എനിക്ക് എന്തെങ്കിലും വന്ന ഇവനൊരു തുള്ളി പോലും സഹിക്കില്ലാട്ടോ കൂട്ടുകാരെ. ഇഞ്ചക്ഷൻ വെച്ചാൽ പോലും ഇവൻ കരയും. അതെന്താ വെച്ചാല് ഞാൻ അങ്ങനെ മെഡിക്കൽ കോളേജിൽ അങ്ങനെ അതിന് മുന്നേ പോയിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. പൊന്നുവാണേല് മിണ്ടുന്ന പോലുമില്ല. മൊത്തത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ എന്താ പറയാ എന്താ അവസ്ഥയാ, ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ലൈഫ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ തട്ടിക്കൂട്ടി അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഉള്ളതും കൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആട്ടോ. ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ? ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ? ഉള്ളത് കൊണ്ട് ഓണം പോലെ കേട്ടോ. എന്താ പറയാ, ഒരു ഇതുണ്ടായിരുന്നു, കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടുകാർ നമുക്ക് മെസ്സേജ്, ഒരുമയുണ്ട് ഉലക്കമേലും ഒലക്കമേല് വേണേലും കിടക്കാന്നൊക്കെ പറഞ്ഞേ. ശരിയാട്ടോ, ഒരുമയുണ്ടെങ്കിൽ ഏതൊലക്കമേലും കിടക്കാം. സ്കൈ ഭയങ്കര വർത്താനാട്ടോ. സ്കൈ ഭയങ്കര വർത്താനാണേ. ഇപ്പൊ വർത്താനം പറയാട്ടോ. ആ കർട്ടൻ നോക്കിട്ട് ഭയങ്കര വർത്താനം പറച്ചില്ല. അപ്പൊ കോമഡിയാണ്. നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞു ബേബീന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എക്സൈറ്റഡ് ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്. കുഞ്ഞുവിന്റെ കുഞ്ഞു വളർച്ചയും കുഞ്ഞു ബേബീന്റെ കുഞ്ഞു കളിയും ചീരിയൊക്കെ കാണുമ്പോ എന്നൊക്കെ വിളിക്കും കേട്ടോ. നമ്മൾ നോക്കിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മള് അങ്ങനെ ഓവർകം ചെയ്ത് അങ്ങനെ പൊക്കോണ്ടിരിക്കും അല്ലേ കുഞ്ഞാ? അതുപോലെ നമ്മൾ ഇനി മുന്നോട്ട് പോവും. അപ്പൊ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നമ്മളെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആണല്ലോ.